ഡോക്ടർ ഒന്നും മനസ്സിലാവുന്നില്ല. ഓ ഒന്നുമില്ലെന്നേ, വൈഫ് ഗർഭിണിയാണ്, അത്രേ ഉള്ളൂ. ഡോക്ടർ ഞാൻ ഇത്രയും വേഗം ഒരു കുഞ്ഞാകുമെന്ന് വിചാരിച്ചില്ലല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ. സാരമില്ല, കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാവും. പിന്നെ തൽക്കാലം മെഡിസിൻ ഒന്നും വേണ്ട. നല്ല ഭക്ഷണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, നല്ല വിചാരം, അത് തന്നെ. ശരി ഡോക്ടർ. ഓക്കെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കരയരുത്, ആൾക്കാര് കാണും. ഞാൻ ഇനി എന്ത് ചെയ്യണോന്ന് പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ, പറയാം. തൽക്കാലം നീ ഇത് ആരോടും പറയരുത്, നിന്റെ വീട്ടുകാരും അറിയരുത്. നമുക്ക് എന്തായാലും നോക്കാം. ഡോക്ടർ എന്ത് പറഞ്ഞു? ടെസ്റ്റ് പോസിറ്റീവാ. ഹലോ സിസ്റ്റർ. എന്താ? ഞാൻ ഫാർമസിയിലേക്ക് വന്നതാ. അവിടെയാ? അറിയാം സിസ്റ്റർ. ആ പോയ പെൺകുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്താ? അവര് പ്രഗ്നന്റ് ആണ്. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നതാ. ആരാ ഗൈനക്കോളജിസ്റ്റ്? ഡോക്ടർ സുമതി. എനിക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ? ആർക്ക് വേണമെങ്കിലും കാണാം, പക്ഷെ ഇന്നിനി പറ്റില്ല. മാഡം പുറത്തു പോയി. എങ്കിൽ എപ്പോ കാണാം? നാളെ കാണാം. നാളെയും മറ്റന്നാളും ഒക്കെ കാണും. ശരി സിസ്റ്റർ. ശരി. ദിവ്യ ഗർഭിണിയായ അവളെയും കൊണ്ട് ഡോക്ടറെ കാണാൻ ദീപക് വരണമെങ്കിൽ അതിന്റെ ഉത്തരവാദി അവൻ തന്നെയായിരിക്കും. ഞാൻ ഇതൊക്കെ ചെന്ന് വെറുതെ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. തെളിവും സാക്ഷികളും വേണം. ഡോക്ടറെ കാണണം. ഡോക്ടർ പറഞ്ഞ അതിനപ്പുറം ഒരു തെളിവും വേണ്ട. സർ. നീ എവിടെ രാജു? സർ, ഹോസ്പിറ്റൽ വരെ ഒന്ന് വന്നതാ. ഐഷുവിന് ചില മെഡിസിൻസ് വാങ്ങാനുണ്ടായിരുന്നു. മെഡിസിൻ വാങ്ങിക്കൊടുത്തിട്ട് നീ വീട്ടിലോട്ട് വാ. സർ. നാളൊരു യാത്രയുണ്ട്, അതിനുള്ള ഒരുക്കങ്ങൾ വേണം. ശരി സർ, ഉടനെ തന്നെ എത്തിക്കൊള്ളാം. ശരി. ഇവനിത് എവിടെ പോയി കിടക്കോ? വിളിച്ചിട്ട് എടുക്കുന്നുമില്ലല്ലോ. എടാ, നീ ഇതെവിടെയായിരുന്നു? ദൈവമേ, ഞാൻ ദിവ്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ കാര്യം അമ്മ അറിഞ്ഞാണോ? എടാ, നിന്നോടാ ചോദിച്ചത്. അത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഹോസ്പിറ്റൽ വരെ പോയതാ. അവന് ചെറിയൊരു ഛർദി. നീയേ വല്ലവന്റെ ഛർദിയും കോരി നടന്നോ? എടാ, നീ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? എന്താ? എടാ, ആ ഫിനാൻസ് മിനിസ്റ്റർ ജയദേവന്റെ മോൻ ഋതികയെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അതെന്താ എത്ര പെട്ടെന്ന്? നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ലല്ലോ. ഓ, അത് ശരി. നിങ്ങൾ എന്റെ അമ്മ തന്നെയാണോ? ആ മിനിസ്റ്ററുടെ മോൻ അവളെ പെണ്ണ് കാണാൻ വരുന്നതിന് അമ്മ എന്തിനെങ്ങനെ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്? ഇങ്ങനെ ഒരു ഞാനൊന്നും പറയുന്നില്ല. എടാ, ഞാനേ പെണ്ണ് കാണലിന് ഒരുങ്ങി കെട്ടിയതൊന്നും അല്ല. അത് മാത്രമല്ല, അവരിന്ന് വരുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എടാ, ഋതികയുടെ ആദ്യ ആലോചന മുടങ്ങിയതുകൊണ്ട് പുതിയ ആലോചനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ ഋതികയും കൊണ്ട് അമ്പലത്തിൽ പോകാൻ റെഡിയാകാൻ പ്രതാപം പറഞ്ഞു. അതുകൊണ്ട് ഒരുങ്ങിയതാ. ഓ, അങ്ങനെ. സത്യത്തിൽ അയാൾക്ക് ഭ്രാന്തുണ്ടോ? ഒരു കല്യാണം മുടങ്ങിയതല്ലേ ഉള്ളൂ. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ ഉടനെ അടുത്തത്. ഇയാളൊക്കെ എന്താ ചെയ്യണ്ടേ?
പ്രതാപൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല മോനെ. ഋതികയുടെ വിവാഹം നിന്റെ ഒപ്പമേ നടക്കൂ. ഞാൻ നടത്തൂ. ആ പിന്നെ ഇപ്പൊ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വെറുതെയാ. അതിന് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ പിന്നെ നീ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വാ. ശരി. ചെല്ലേ. പ്രതാപ, ഋതിക എന്റെ മകന്റെ ഭാര്യയെ ആകൂ. ഇല്ലെങ്കിൽ ഈ അംബിക മരിക്കണം. ഏതമ്പലത്തിലേക്ക് രാജുവേട്ടാ നമ്മള് പോകുന്നേ? ആ, വർമ്മ സാറിനെ അറിയാവോ? കുറച്ച് ദൂരെയാ. വാ. എന്നാ വാ. ആ ഒന്നും മറന്നില്ലല്ലോ രാജു. ഇല്ല സർ. വണ്ടി എടുക്കാം. മോളെ നിക്ക്. മോളെ നിക്ക് മോളെ. മോളെ. അയ്യോ അയ്യോ എന്ത് പറ്റി? എഴുന്നേക്ക്. ഈ ബ്ലഡ് വരുന്നില്ല മോളെ. പെട്ടെന്ന് ആശുപത്രി മോളെ. എന്റെ ഈശ്വര. ആരെങ്കിലും ഒരു വണ്ടി വിളിക്കേ. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു സർ. പത്മാവതി. കേട്ടോ. പോട്ടെ മോളെ. ഹോ, ഇതെന്തൊരു ശല്യമാ. ഒരു നേരത്തെ മനുഷ്യന്റെ സ്വസ്ഥത അല്ലാന്ന് വെച്ചാ ഇതിന്റെ വായിൽ വല്ല തുണിയും വെച്ച് അടച്ചു വെക്കേ. ചേച്ചി എന്താ നിനക്ക് പിടിച്ചില്ലേ? ചേച്ചി ഒരു അമ്മയാ, ആ വിചാരമെങ്കിലും വേണം. ഹ, അതേടി, ഞാനും ഒരു അമ്മയാ. എനിക്കും ഒരു മകനുണ്ട്. പക്ഷേ ഈ കീറ്റാൻ പെട്ടിയെ പോലെ അവൻ കിടന്ന് കരയുന്നുണ്ടോ? അവനിപ്പോ വളർന്നില്ലേ? നേരത്തെ അവനും ഇതുപോലെ കരഞ്ഞു ബഹളം വെച്ചിരുന്നില്ലേ? അതുകൊണ്ട് അതുകൊണ്ട് നിനക്കെന്താടി? ഇതേ അവന്റെ അമ്മാവന്റെ വീടാ. അത് നല്ല തമാശ. അങ്ങനെയാണെങ്കിലേ ഇത് ഇവളുടെ അച്ഛന്റെ വീടാ. ഓ, ഒരവകാശി. അതെ, പ്രതാപൻ എന്റെ അനിയനായതിനു ശേഷമാ നിന്റെ ഭർത്താവായതും ഈ കീറ്റാൻപിട്ടിയുടെ അച്ഛനായതും ഒക്കെ. മതി മതി. ഈ ചേച്ചി മഹത്വം പറഞ്ഞു പറഞ്ഞ എന്നെ എന്റെ ഭർത്താവിനും തമ്മിൽ അകറ്റിയത്. എന്നിട്ട് നിങ്ങൾക്ക് മതിയായിട്ടില്ലല്ലേ? അതെങ്ങനെ മതിയാകും? നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വരെ എനിക്കൊന്നും മതിയാവില്ല. നീ കണ്ടോ, എന്നേക്കുമായി നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. എന്നിട്ട് എന്റെ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് പ്രതാപന് കല്യാണം കഴിച്ചു കൊടുക്കും. ഒരു സ്ത്രീയുടെ കുടുംബജീവിതം താറുമാറാക്കിയിട്ട് മതിയാവാതെ അവളെ തെരുവാധാരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങള് ഒരു മനുഷ്യ സ്ത്രീയാണോ? നീ പറഞ്ഞതേ സത്യവാ. നിന്റെ മുന്നിലേ ഞാനൊരു മനുഷ്യ സ്ത്രീയല്ല. നിന്റെ ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന യക്ഷിയാ, യക്ഷി. അയ്യോ, പരമ ദുഷ്ടേ. വന്ന് വന്ന് നിന്റെ പരാക്രമം കുഞ്ഞുങ്ങളോട് പോലും ആയോ? നിന്നെ ഞാൻ ഇതെന്റെ ചേച്ചിയാ. അമ്മയെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന എന്റെ ചേച്ചി. ആ ചേച്ചിയാണ് നീ ഒരു കൂസലില്ലാതെ കരണത്തടിച്ചത്. ഇവര് ചെയ്തത് എന്താണെന്ന് ഇദ്ദേഹം കണ്ടില്ലല്ലോ. അംബിക ചേച്ചി വല്ലതും ചെയ്തെന്ന് വെച്ച് കരണത്തടിക്കാൻ നീ ആരടി? തല്ലുകയല്ല, കൊല്ലുക വേണ്ട നിന്നെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കുഞ്ഞിനെ എടുത്തോണ്ട് പൊയ്ക്കോളൂ അവിടുന്ന്. മേലാൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത്. പോ, മുമ്പിൽ നിന്ന് പോകാൻ.
വണ്ടി എടുക്ക, വേഗം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. പൂജയ്ക്ക് നേർച്ചയ്ക്കൊക്കെ രസീത് എടുക്കുന്ന എവിടെയാ? അത് അപ്പുറത്താണ് സാർ. പറഞ്ഞാൽ മതി, നമുക്ക് റെസിപ്റ്റ് ആക്കാം. എന്റെ മകളുടെ കാര്യത്തിന് ഞാനിപ്പോ വന്നിട്ടുള്ളത്. അവളുടെ വിവാഹത്തിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കണം. അതിനുള്ള നേർച്ചകൾ എന്തെന്ന് വെച്ചാൽ നടത്തണം. രാജു, നീ ചെല്ല, ചെന്ന് എല്ലാം രസീതാക്കി വാ. വന്നോളൂ. തിരുമേനി കൂടെ ചെല്ലു. ശരി, വരൂ സാർ, വന്നോളൂ. പ്രാർത്ഥിക്കപ്പോ ഞങ്ങൾ അപ്പുറത്ത് തൊഴുത്തിട്ട് വരാം. ഈശ്വര, ഈ വിവാഹം തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കണേ. ഐക്യത്തോടെ അവർക്ക് ജീവിക്കാനാകണേ. ദൈവമേ, എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടങ്ങണേ. നീ ഭക്തവത്സലരെങ്കിൽ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണേ. തിരുമേനി, രസീത്. ശരി, ആയിക്കോട്ടെ. സർ, ഋതിക മേഡത്തിന്റെയും പയ്യന്റെയും പേരില് ഒരു ഐക്യമത്യ സൂക്തം കഴിപ്പിക്കുന്നത് നല്ലതാണെന്ന് പൂജാരി പറഞ്ഞു. പൂജാരി അങ്ങനെ പറഞ്ഞെങ്കിൽ ചെയ്യണം. അതിനെന്താ തടസ്സം? അതിന് രണ്ടുപേരുടെയും നക്ഷത്രം വേണം. പയ്യന്റെ നക്ഷത്രം. അത് ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാം. ഫോൺ. ശുഭലക്ഷണമാണല്ലോ. അങ്ങോട്ട് വിളിക്കാൻ ഫോൺ എടുത്തതേ ഉള്ളൂ. ജയദേവൻ സാർ ഇങ്ങോട്ട് വിളിക്കുന്നു. ഹലോ ജയദേവൻ സാർ, നല്ല സമയത്താ സാറ് വിളിക്കുന്നത്. സോറി മിസ്റ്റർ വർമ്മ, നല്ല സമയമാണെങ്കിലും പറയാനുള്ളത് അത്ര നല്ല കാര്യമല്ല. എന്താ സാർ, എനിത്തിങ് റോങ്? അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. നമ്മുടെയൊക്കെ കാലത്ത് അച്ഛനമ്മമാർ നമ്മളെ നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിക്കുമായിരുന്നു. ഇപ്പൊ അത് നടക്കില്ല. കുട്ടികൾ വളരെ ഇൻഡിപെൻഡന്റാ. ജയദേവൻ സാർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വ്യക്തമാവുന്നില്ല. അതെ, എന്റെ മകന് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഓ, അത് സാരമില്ല. ന്യൂ ജനറേഷൻ കുട്ടികളല്ലേ, അവർക്ക് വേറെ ഇഷ്ടങ്ങളോ അഫയറൊക്കെ ഉണ്ടാവും. ഇല്ലില്ല, അവൻ അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. മറ്റു ചിലതൊക്കെ ആരോ അവനോട് പറഞ്ഞിട്ടുണ്ട്. തൊട്ടു മുൻപ് ഒരു ആലോചന മുടങ്ങിയ കാര്യവും തന്റെ പി എയുമായി അഫയർ ഉണ്ടെന്നുള്ള കാര്യവും ആരോ പറഞ്ഞിരിക്കുന്നു. ഹലോ മിസ്റ്റർ വർമ്മ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറയൂ സാർ. ഇതൊക്കെ വെറും അപവാദങ്ങളും ഗോസിപ്പുകളും ആയിരിക്കും. പക്ഷേ എനിക്ക് അവനെ അങ്ങ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വിവാഹാലോചന അങ്ങ് അവസാനിപ്പിക്കാം. നമ്മുടെ ബന്ധത്തെ ഇതൊന്നും ബാധിക്കില്ലേ? ഏയ് ഇല്ലില്ല, നമ്മുടെ ബന്ധവും കുട്ടികളുടെ വിവാഹവും ഒരിക്കലും പരസ്പരം ബന്ധപ്പെടുന്നതല്ല. ശരി സാർ, ഞാൻ ഇവിടെ ഒരു അമ്പലത്തിലാ, പിന്നെ വിളിക്കാം. ശരി, ഓക്കെ. സർ, പ്രതാപ, എന്താ പ്രതാപ വല്ലാതിരിക്കുന്നേ? ജയദേവൻ സാർ ഇപ്പൊ വിളിച്ചിരുന്നു. ജയദേവൻ സാർ എന്താ പറഞ്ഞത്? ആ ആലോചനയും മുടങ്ങി. ഇന്ദ്രജിത്തുമായിട്ടുള്ള വിവാഹം നടക്കില്ല. എന്റെ ഈശ്വര, എന്തൊക്കെ പരീക്ഷണങ്ങളാ! പ്രതാപ, ഏത് പ്രശ്നത്തിനും ദൈവമായിട്ട് തന്നെ ഒരു
പുറത്തുനിന്ന് ആലോചിക്കുമ്പോഴല്ലേ ഇങ്ങനെ നുണയും കഥയും പറഞ്ഞു മുടക്കുന്നത്. നമുക്കിനി പുറത്തുനിന്ന് ആലോചിക്കണ്ട. കുടുംബത്തിനകത്ത് തന്നെ അവൾക്കൊരു മുറച്ചെറുക്കനുണ്ടല്ലോ, ദീപക്. അവര് തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാൽ എന്താ? അങ്ങനെ നടന്ന നിനക്കുണ്ടായ ഈ മാനക്കേടിനൊക്കെ പരിഹാരമാകും. നീ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കണ്ട. ഋതികയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ദീപക് ആകെ മാറും. അവളെ അവനെ മാറ്റിയെടുത്തോളൂ. ഈശ്വര, ഇവനുമായിട്ടുള്ള ബന്ധത്തിന് അച്ഛൻ സമ്മതിക്കരുത്. പ്രതാപ, ദേ ഭഗവാന്റെ സന്നിധിയാ. ഈ തിരുമുമ്പിൽ വെച്ച് നീ ഒരു തീരുമാനം എടുക്കണം. ഭഗവാന്റെ മുന്നിൽ അത് പറയണം. ചേച്ചി, ക്ഷേത്ര സന്നിധിയിൽ ഭഗവാന്റെ മുന്നിൽ വെച്ച ചേച്ചി ഇത് പറഞ്ഞത്. കല്യാണത്തോടെ ഇവൻ നന്നാകുന്നുള്ള പ്രതീക്ഷ. ശരി, ഞാനിത് സമ്മതിക്കുന്നു. എന്റെ മോളുടെ കല്യാണത്തിന്റെ പേരിൽ ഇനി ആരുടെ മുമ്പിലും തലകുനിക്ക് എനിക്ക് വയ്യ. അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ഋതികയും ദീപക്കും തമ്മിലുള്ള വിവാഹം നടത്താൻ ഞാൻ തീരുമാനിക്കുന്നു. അല്ല ഏട്ടാ, അത് ഋതുമോൾക്ക് സമ്മതാണോന്ന്, അവൾക്ക് ഇഷ്ടാണോന്ന്? ഇവൾ എന്റെ മകളാണെങ്കിൽ എന്റെ തീരുമാനം അംഗീകരിച്ച് വിവാഹത്തിന് സമ്മതിക്കും. ഇവളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 വട്ടം അപമാനിക്കപ്പെട്ടു. ഇനി അങ്ങനെ ഒരു അപമാനം താങ്ങാനാവില്ല. എന്റെ അഭിമാനം കാക്കാൻ ഇവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കും. ഭഗവാനെ, അമ്മയും മകനും കൂടി ബുദ്ധിപൂർവം പണിത് എന്തോ ഒരു മറിമായുണ്ട്. അല്ലെങ്കിൽ ഇവന്റെ കൊള്ളരുതായ്മകളെ വിളിച്ചു പറഞ്ഞ് അവനെ ും.  മാഡം വിഷമിക്കണ്ട, ഞാൻ വർമ്മ സാറിനോട് സംസാരിക്കാം. വേണ്ട രാജു, 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. 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 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങ
എനിക്ക് വിധിച്ച ജീവിതം ഇതാണെങ്കിൽ രാജു അത് നിരസിച്ചു.